ഞാൻ സ്റ്റാർട്ടപ്പിനെ കുറിച്ചിട്ട് ഒരു ഫസ്റ്റ് വീഡിയോ ഞാൻ നിങ്ങളോട് സംസാരിച്ചിരുന്നു. ഒരുപാട് ഡീറ്റെയിൽസ് ഞാൻ അതിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇത് സ്റ്റാർട്ടപ്പിനെ കുറിച്ച് ഞാൻ സംസാരിക്കുന്ന സെക്കൻഡ് വീഡിയോ. ഇതിൻ്റെ ഒരു ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ സ്റ്റാർട്ടപ്പിനെ കുറിച്ച് സംസാരിക്കുന്നത്, ഞാൻ ബിൽഡ് ചെയ്ത എജുസോൾവ് എന്ന സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്തു. ഇതിപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാനിപ്പോൾ മൾട്ടിപ്പിൾ സ്റ്റാർട്ടപ്സിൽ മെൻറ്ററിങ് ആയിട്ടും ഒരുപാട് രീതിയിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. സോ ഇതിലൂടെ ഞാൻ ലേൺ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരിക എന്നുള്ളതാണ് ഈ വീഡിയോയോട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതൊരു സീരീസ് ആയി ചെയ്യാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. സോ നിങ്ങൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. അതിൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും എന്താണ് ബേസിക് ആയിട്ട് സ്റ്റാർട്ടപ്പ് എന്നുള്ളത്. സെക്കൻഡ്, ടുഡേ വി ഡിസ്കസ് അബൌട്ട് ദ മൈൻഡ് സെറ്റ്. നമ്മളൊരു സ്റ്റാർട്ടപ്പിലേക്ക് ഇറങ്ങുന്ന സമയത്തുള്ള മൈൻഡ് സെറ്റാണ്. നിങ്ങൾ ഈ യൂട്യൂബ് വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ ഒരു സ്റ്റാർട്ടപ്പിലേക്ക് വരുന്ന ഒരാൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആവും. കാരണം ഞാൻ ചെയ്ത എനിക്ക് പറ്റിയ മിസ്റ്റേക്കുകൾ ഇനി നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടി ഞാൻ എല്ലാ കാര്യങ്ങളും ഇതിലൂടെ പറയുന്നതായിരിക്കും. സോ ഗോ ടു ദ വീഡിയോ. മൈൻഡ് സെറ്റ് സ്റ്റാർട്ടപ്പിന് വേണ്ട മൈൻഡ് സെറ്റാണ്. അതായത് സ്റ്റാർട്ടപ്പ് ആയിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, അതിന് വേണ്ട മൈൻഡ് സെറ്റാണ്. ഇപ്പോഴുള്ള ആൾക്കാരെ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ, കുട്ടികളാണെങ്കിലും വരുന്ന എല്ലാവരുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഇൻസ്റ്റന്റേനിയസ് ആണ് മൈൻഡ് സെറ്റ്. അതായത് ഇപ്പം തോന്നും ചെയ്യണം, സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ. പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു മോട്ടിവേഷൻ നിൽക്കുന്ന സമയത്ത് അതുകൊണ്ട് സ്റ്റോപ്പ്. മേ ബി ഈ മോട്ടിവേഷൻ വന്ന വല്ല റീൽസോ വീഡിയോസോ കണ്ടിട്ടാവാം. സോ ആക്ച്വലി അങ്ങനെയല്ല വരേണ്ടത്. നിങ്ങൾക്കൊരു പാഷൻ വേണം. ഇത് നിങ്ങൾക്ക് പറ്റിയ പരിപാടിയാണെന്ന് അറിയണമെങ്കിൽ, ഇത് ചെയ്യുന്നത് നിങ്ങൾക്ക് പൈസ കിട്ടിയില്ലെങ്കിലും എത്ര ടൈം കൊടുത്താലും നിങ്ങൾക്ക് ചടക്കരുത്. ആ ഒരു സംഭവം ഉണ്ടാവല്ലോ, അതാണ് നിങ്ങളുടെ പാഷൻ ബേസിക്കലി. ഇപ്പം എനിക്ക് ഓൺടർപ്രണർഷിപ്പ് ഇപ്പം ഈ കോണ്ടന്റ്, ഇപ്പോഴത്തെ ഈ കോണ്ടന്റ് തന്നെ ഷൂട്ട് ചെയ്യുന്നത് സമയം ഒരു 11 o'clock 12 o'clock, ആ സമയം എത്ര സമയമാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല. ഇപ്പം അറൗണ്ട് 12 o'clock എത്തി. സോ ഏത് സമയമല്ല നമ്മളെ ഫാക്ടർ. അപ്പൊ ഈ സമയമോ അല്ലെങ്കിൽ മറ്റൊരു ഫാക്ടേഴ്സും നമ്മളെ തളർത്താതെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റണം. അതാണ് നമ്മുടെ പാഷൻ. അത് നമ്മളെ ബിസിനസ്സുമായിട്ട് അലൈൻ ചെയ്യണം. അപ്പൊ അതിന് വേണ്ട പ്രൊഡക്ട്സ് ഫൈൻഡ് ചെയ്യലും, അതുപോലെ തന്നെ ഈ ഡീറ്റെയിൽ പൊസിഷൻ, ബ്രാൻഡ് പൊസിഷനിങ്ങും ഇക്വിറ്റിയും കാര്യങ്ങൾ, ഇതിന്റെ എല്ലാ ഡീറ്റെയിൽ വേർഷനും നമ്മൾ ഓരോ വീഡിയോസിൽ ഡിസ്കസ് ചെയ്യും. ഫസ്റ്റ് നിങ്ങളെ മൈൻഡ് സെറ്റ് ക്ലിയർ ആവണം, അതിന് ക്ലാരിറ്റി വേണം. അപ്പൊ നിങ്ങൾക്ക് പറ്റിയ പരിപാടിയാണോ എന്ന് അറിഞ്ഞിട്ട് മാത്രമേ ഇതിൽ ഇറങ്ങേണ്ടുള്ളൂ. കാരണം ഇതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നിങ്ങളെ പുഷ് ചെയ്യാൻ ആരുമില്ല. നിങ്ങൾക്ക് റെഗുലർ ആയിട്ടൊരു ഇൻകം കിട്ടണം എന്ന് ഒരു നിർബന്ധമില്ല. അതുപോലെ തന്നെ ഒരു പ്രൊജക്ടിന്റെ മൊത്തം ഡിസിഷൻ എടുക്കേണ്ട ആള് നിങ്ങളാണ്. അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിലുണ്ട്. 24/7 ആയിരിക്കാം സമയം. ഒരുപാട് സമയം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. നിങ്ങൾ ഉറക്കില്ലാതെ ഒരുപാട് വർക്ക് ചെയ്യേണ്ടി വരും. അതിന് ചിലപ്പം റിട്ടേൺസ് ഒന്നും പെട്ടെന്ന് കാണാൻ പറ്റൂല. ഒരു ലോങ് ടൈം പ്രോസസ്സാണ്. ഇങ്ങനൊക്കെ ഒരുപാട് കാര്യങ്ങൾ അതിന്റെ പിറകിലുണ്ട്. സോ ഇതിനെല്ലാം നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രം, ഞാൻ നിങ്ങളെ ചടപ്പിക്കാനോ അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പിലേക്ക് വരുന്ന ആൾക്കാരെ നെഗറ്റീവ്ലി ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ഇതാണ് ബേസിക്കലി സത്യം. നിങ്ങൾ ജസ്റ്റ് വേറെ എന്തെങ്കിലും ഒരു പെട്ടെന്നുള്ള ഒരു ഇൻസ്റ്റന്റേനിയസ് ആയിട്ടുള്ള ഒരു ഹാപ്പിനെസ് കണ്ടിട്ടോ അല്ലെങ്കിൽ മറ്റൊരാളെ സക്സസ് മാത്രം കണ്ടിട്ട് വരരുത്. എല്ലാ ഫൗണ്ടേഴ്സിന്റെ, നിങ്ങൾ ഇരുന്ന് ഫൗണ്ടേഴ്സിന്റെ പോഡ്കാസ്റ്റ് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവരെല്ലാവരും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഞാനും ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എൻ്റെ എജുസോൾവ് ഇപ്പം കാണുന്ന സമയത്ത് ഓഫീസും 3-4 ഓഫീസും ബ്രാഞ്ചസും സ്റ്റുഡൻസ് ആയിക്കോട്ടെ, സ്റ്റാഫുകളായിക്കോട്ടെ, ഇതെല്ലാം കാണുന്ന സമയത്ത് പെട്ടെന്ന് ഒരാൾക്ക് അവനത് പെട്ടെന്ന് സ്റ്റാർട്ട് എല്ലാ, ഞാൻ കുറേ ഇയേഴ്സ്, ഒരു 2-3 ഇയേഴ്സ് ഞാൻ ടീച്ചിങ് പഠിപ്പിച്ച് കുട്ടികളെ പഠിപ്പിച്ച് എനിക്ക് കുട്ടികളെ എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടതെന്ന് ക്ലാരിറ്റി കിട്ടിയതിന് ശേഷമാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇതിന്റെ പിറകിലായിട്ട് നമ്മൾ ഇതിന് ലേൺ ചെയ്യാനും ഇതിനു വേണ്ടി ഇടാനും ഒരുപാട് സമയം കൊടുക്കണം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കോളേജിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്ത് ഞാൻ അവിടുന്ന് ഇറങ്ങി വന്നിട്ട് വേണം ട്യൂഷൻ എടുക്കാൻ പോകാൻ. ഈ ട്യൂഷൻ എടുക്കാൻ പോകണമെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനെ ഒഴിവാക്കണം, എൻ്റെ ഹാപ്പിനെസ് ഉള്ള സമയം ഞാൻ ഒഴിവാക്കണം. പക്ഷെ അത് സാക്രിഫൈസ് ചെയ്താലേ എനിക്കിത് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഞാൻ അന്ന് സാക്രിഫൈസ് ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റി. സോ ഞാൻ ഒരിക്കലും പറയുന്നത് എന്തായാലും അങ്ങനെ ചെയ്യണം എന്നുള്ളതല്ല. മേ ബി എനിക്ക് അവിടെ അങ്ങനെ ചെയ്യേണ്ടി വന്നു. സോ നിങ്ങളെ സിറ്റുവേഷനിൽ എന്താ ചെയ്യേണ്ടി വരിക എന്ന് പറയാൻ പറ്റൂല. സോ അതിനെല്ലാത്തിനും ഒരൊറ്റ കാര്യമാണ് നിങ്ങളെ മൈൻഡ് സെറ്റാണ്. അപ്പൊ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ക്ലിയർ ആണെങ്കിൽ, നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്ന ഉറപ്പാണെങ്കിൽ നിങ്ങൾ ചെയ്യാം. 100% നിങ്ങൾക്ക് അവിടെ എത്താൻ വേണ്ടി പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഓരോ മാസം ഞാനും എൻ്റെ പാർട്ട്ണർ ജിഫ്രിയും കൂടിയും നമ്മൾ എജുസോൾവിൽ ഓരോ പ്ലാൻ സെറ്റ് ചെയ്യും. ഇപ്പം ജൂൺ മാസത്തിൽ ഇന്നത് എത്തണം, ഈ ഫെബ്രുവരി മാസത്തിൽ ഇന്നത് എത്തണം. നമ്മൾ ആ ഒരു പ്ലാൻ ചെയ്തതിൻ്റെ ഒരാഴ്ച മുന്നെങ്കിലും നമ്മൾ എത്തിയിരിക്കും.
കാരണം ഇത് എത്തുന്നതിൽ തന്നെ നമുക്ക് കണ്ട എന്താ വെച്ചാൽ നമ്മൾ സമയം നോക്കിയിട്ടല്ലേ ചെയ്യുന്നത്, നമ്മൾ ചെയ്യല്ലേ, കണ്ടിന്യൂസ് ആയി ചെയ്യുന്നത്. എന്നോട് ഒരുപാട് പേര് ചോദിക്കും എനിക്ക് എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, എനിക്ക് ഓൾറെഡി സെറ്റ് ആയില്ലേ, ഇനി ഇങ്ങനെ പോയാൽ പോരാ. നമ്മളെ ഡ്രീമും നമ്മളെ ഗോള് അത് നമ്മളുടെ ആയിരിക്കും, അത് വേറൊരാൾക്ക് പറഞ്ഞാൽ മേ ബി കണക്ട് ആവില്ല. സോ ആ ഒരു മൈൻഡ് സെറ്റിൽ നമ്മൾ റെഡി ആണെങ്കിൽ നമുക്ക് എന്തായാലും എത്താൻ വേണ്ടി പറ്റും. നിങ്ങൾ സ്ട്രഗിൾ ചെയ്യാൻ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡേ എന്താക്കാൻ വേണ്ടി പറ്റും, ഇതെല്ലാം സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ നിങ്ങളൊരു സ്റ്റാർട്ടപ്പിനെ കുറിച്ചോ ഒരു ബിസിനസ്സിനെ കുറിച്ചോ ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കിയതിന് ശേഷം ഇതുപോലത്തെ സ്ട്രഗിൾസും കാര്യങ്ങളും നിങ്ങൾ എന്തായാലും അറിയണം. ഞാനൊരു കാര്യം നിങ്ങൾക്ക് ഉറപ്പ് തരാം, സമയമെടുക്കും ഒന്ന്. അതുപോലെ തന്നെ രണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് ലേൺ ചെയ്യേണ്ടി വരും. മിസ്റ്റേക്സ് വരാത്ത പരിപാടിയില്ല, മിസ്റ്റേക്സ് വന്നിരിക്കും. ഇനി റിട്ടേൺസ് ഒന്നും പെട്ടെന്ന് പ്രതീക്ഷിക്കേ വേണ്ട. ഈ എല്ലാ കാര്യങ്ങളും നിങ്ങൾ സാക്രിഫൈസ് ചെയ്ത് നിങ്ങൾ ഇതിന് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ റെഡിയാണ്, നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ബാക്കി കാര്യങ്ങൾ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സൈഡിലാണ്. അപ്പൊ കൂടുതൽ പ്ലാനിങ്ങിനേക്കാൾ ഞാൻ പ്രിഫർ ചെയ്യുന്നത് എന്താ വെച്ചാൽ കൂടുതൽ ഇംപ്ലിമെന്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യണം. കാരണം നമ്മൾ പ്ലാൻ ചെയ്ത് ഇരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് സമയം അങ്ങ് പോവുള്ളൂ. അപ്പൊ ഇത് ഇംപ്ലിമെന്റ് ചെയ്ത് അത് മാർക്കറ്റിൽ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ നല്ല സ്റ്റഡി ചെയ്ത് നമ്മളൊരു പ്രൊഡക്റ്റ് ഇറക്കി, മേ ബി അത് മാർക്കറ്റിൽ വർക്ക് ആയില്ലെങ്കിലോ. സോ ഇങ്ങനത്തെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ എന്താക്കും, നെക്സ്റ്റ് വീഡിയോസിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഇതുപോലെ നിങ്ങൾക്ക് സ്റ്റാർട്ടപ്പിനെ കുറിച്ചായിക്കോട്ടെ, നിങ്ങളെ പേഴ്സണൽ ഗ്രോത്ത് ആയിക്കോട്ടെ, എൻ്റെ ലൈഫിൽ നിന്ന് എൻ്റെ ജേർണിയിൽ നിന്നുള്ള എല്ലാ പിൻ പോയിന്റ് ആയിട്ട് എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള എല്ലാ പോയിന്റ്സും ഞാൻ എന്താക്കുന്നുണ്ട്, യൂട്യൂബ് ചാനലിലൂടെ ഞാൻ എന്താക്കുന്നുണ്ട്, ഡിസ്ക്രൈബ് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ എന്തായാലും ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, നിങ്ങളെ സ്റ്റാർട്ടപ്പ് കോഫൗണ്ടർ ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളെ ഫാമിലീസിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന സീരീസ് വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എത്തും.